ആകെ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ ആണ്. വേറെ റീപ്ലേസ് ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നമുക്കൊരു ഉറപ്പില്ല. നിങ്ങളെ ഡ്രൈവിംഗ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയുള്ള മൈലേജ് ഏകദേശം കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഡീസൽ ഡീസൽ ഓ, അത് എടുത്ത് പറയണ്ട. എന്നാല് പെട്രോളെന്ന് വിചാരിച്ചിരിക്കാം. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ്, നല്ല പവറും ഉണ്ടാവും. ഒരു 18 കിട്ടും മൈലേജ്. ലോ കിലോമീറ്റർ ആണ്. 16,000 മാത്രം. പെട്രോളാണ് വേരിയന്റ്. 3 വർഷം കൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പാലക്കാട് വന്നിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ വെച്ചിട്ട് ഒരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോ ഒരുപാട് കാലമായിട്ട് നമ്മളെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ മുന്നേ ഒരു ഒറ്റ ഷോറൂമിൽ നമ്മൾ ഒരു 2 വർഷമൊക്കെ മുന്നേ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പാലക്കാട് എത്തിയിരിക്കുകയാണ്. വന്നിരിക്കുന്ന ഷോറൂം കാർ ആൻഡ് ബൈക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർ ആൻഡ് ബൈക്ക്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ കാർ ആൻഡ് ബൈക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ഇവിടെ കാണുന്നുണ്ട്. വാറണ്ടി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. 2 വർഷം വരെ വാറണ്ടി, അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ് ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുണ്ടാവുക. പിന്നെ സ്പെഷ്യൽ ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ബാക്കി ഷോറൂമിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ അറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം. വരും. എൻ്റെ പേര് വിഷ്ണു. ഓക്കെ. അപ്പോൾ വിഷ്ണു, ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മളെ മുണ്ടൂർ എന്ന് പറയും. മുണ്ടൂരാണുള്ളത്. നമ്മൾ പാലക്കാട് ഒലവക്കോട്ട് നിന്ന് വരികയാണെങ്കിൽ ഓക്കെ, മുട്ടിക്കുളങ്ങര ക്യാമ്പ് കഴിഞ്ഞോടെ, പോലീസ് ക്യാമ്പ് കഴിഞ്ഞോടെ പന്നിയമ്പടം വളവ്, അതിലാണ് ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. എറാ മോട്ടോഴ്സിൻ്റെ മഹേന്ദ്രൻ്റെ സർവീസ് സെൻറ്റർ, സെയിൽസ് എല്ലാം കൂടി ഉള്ളത് തന്നെയാണ് നമ്മുടെ ഈ കാറും ബൈക്കും വരുന്നത്. മഹീന്ദ്രയുടെ തന്നെയാണ്. അപ്പോൾ ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ടല്ലേ? ഓണം ഓഫേഴ്സ് നടക്കുന്നത് ഓണം വരെയല്ലേ. ഓക്കെ, അതിൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സ് സ്കീമും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അതെ. ഇവിടെ ഇപ്പോൾ എന്താ കോമ്പാക്ട് SUV, സെഡാൻ ഇല്ല, ഹാച്ച്ബാക്ക് കാറ്റഗറി വാഹനങ്ങൾ. അതെ. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ ഒന്ന് കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കും. വിഷ്ണു, വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. ആദ്യ വാഹനം ഡസ്റ്ററിൽ തുടങ്ങാം നമുക്ക്. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL 57 വരുന്നത്. 57 രജിസ്ട്രേഷനിലെ കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഏത് ഓപ്ഷൻ? ഇത് RXZ പറഞ്ഞ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസൽ 110 ആണോ? 85 PS പവർ. 85. ഓക്കെ, വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല മൈലേജ് കിട്ടും. ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ. ഓക്കെ, അത്രയും മൈലേജ് കിട്ടുന്നൊരു വാഹനം. 2019 മോഡൽ ഫുൾ ഓപ്ഷൻ. ഇപ്പോൾ എത്രയാണ് ഇവിടെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് 7.75. 7,70,500 രൂപ. 2019 RXZ ഡീസൽ 85 PS ഡസ്റ്ററാണ്. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? ഇത് 92,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, 92,000. സർവീസ് എല്ലാം പക്കയാണ്? സർവീസ് എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിലിപ്പോൾ വാറണ്ടി വരുമോ? 92 പറയുമ്പോൾ നമ്മളൊരു RSA കൊടുക്കാൻ പറ്റുന്ന റോഡ് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ. ഓക്കെ, ലോണോ? ലോൺ ഫെസിലിറ്റി നമുക്ക് മാക്സിമം ഒരു 80-85% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ബെലാനോ ആണ്. KL 11 കോഴിക്കോട് വണ്ടിയാണ്. RS അല്ലല്ലോ? RS അല്ല, സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, ബേസ് വേരിയന്റ് ആണല്ലോ? അതെ, ഇത് ബേസ് വേരിയന്റിൽ ഒരു അലോയ് വീൽസ്, അതേപോലെ ഇൻഫോർടൈൻ സിസ്റ്റം എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഫുൾ മാറ്റ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡീറ്റെയിൽ ആക്കിയോ എല്ലാം കൂടെ? അത്യാവശ്യം നീറ്റായി ചെയ്തിട്ടുണ്ട് അവര്. അതുകൊണ്ടാണ്. പറോളൂ, എങ്ങനെയാ മോഡല്? ഈ 2019 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, ആകെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇത് വളരെ ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ്. കമ്പനി സർവീസ് തന്നെയാണ്. പിന്നെ നമുക്കിത് 1 വർഷം വാറണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ്. പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, എത്രയിപ്പോ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 5.6 ആ റേഞ്ചിൽ 5,60,000 രൂപ. 5,60,000. ഈ പറയുന്ന പ്രൈസിങ് ഫൈനലാണോ അതോ ചെറിയൊരു നെഗോസിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം? പ്ലസ് നമുക്ക് ഫിനാൻസ് 85-90% ഫിനാൻസ് കിട്ടും അല്ലേ? 5,60,000. 2019 പെട്രോൾ വണ്ടി. ബെലേനോ ആണ്. സിഗ്മ വേരിയന്റ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അലോയ്സും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ വീണ്ടും ഒരു ബെലേനോ വന്നിരിക്കുകയാണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനമാണ്.
എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് നമുക്ക് 2017 മോഡലിൽ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് വണ്ടി. ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം. സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സീറ്റ ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആകെ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ ആണ്. വേറെ റീപ്ലേസ് ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. RSIM പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് പെട്രോൾ ബലേനോ എന്ന് പറയുമ്പോൾ ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും. 15 കിലോമീറ്റർ കിട്ടും. എന്താ സ്വിഫ്റ്റിന്റെ റേഞ്ചിൽ തന്നെ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. 15 കിലോമീറ്റർ റേഞ്ച് ഏകദേശം പ്രതീക്ഷിക്കാം. ക്ലാസ്സിൽ തന്നെ വരുന്ന വണ്ടിയാണുള്ളത്. ഓക്കെ. വേറെ നല്ല വണ്ടിയാണ്. ഇഷ്യൂസ് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് 5.55 ആ റേഞ്ചിലാണ്. 5,55,000 രൂപ 2017 ഓട്ടോമാറ്റിക് സീറ്റ ഓപ്ഷൻ ബലേനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 90% ലോണും കിട്ടുമല്ലോ. ഇതിൽ നമുക്ക് ലോൺ മോഡൽ കൂടിയ വണ്ടിയൊക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അങ്ങനെ കോഴിക്കോടും കാസർഗോഡും മാറി നമ്മൾ പാലക്കാട് വണ്ടി കണ്ടിരിക്കുകയാണ്. KL 50 രജിസ്ട്രേഷനുള്ള മണ്ണാർക്കാട് രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ ആൾട്രോസ് ആണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനം. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 63,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഏത് ഓപ്ഷൻ? SC എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ബേസ് ഓപ്ഷൻ ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഇതിലും വേറെ മേജറായ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. 4 പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല, കസ്റ്റമർ നോക്കാനില്ല. നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 ഇയർ വാറണ്ടി പ്ലസ് 1 ഇയർ RSIM നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. RSIM കിട്ടുന്നുണ്ട്. ഓക്കെ. വാറണ്ടി നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും ക്ലെയിം ചെയ്തെടുക്കാം. അങ്ങനത്തെ വാറണ്ടി അല്ലേ? നമുക്ക് മാക്സിമം 90% ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് വരുന്നത് 5.30. 5,30,000 രൂപ 2021 XC ആൾട്രോസ്. ഓക്കെ. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 12 to 15 അകത്തായിട്ടേ കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന വണ്ടിയാണ്. ബോഡി വെയിറ്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ലോൺ മാക്സിമം കയറുമല്ലോ? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 90% ലോൺ ചെയ്യും. മഹീന്ദ്ര XUV 300, അതായത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു അടിപൊളി കോമ്പാക്ട് SUV അല്ലേ? KL 47 കൊടുങ്ങല്ലൂർ തൃശ്ശൂർ രജിസ്ട്രേഷൻ. കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പറവളോ എങ്ങനെയാണ്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. പാലക്കാട് RTOയിലാണ് വണ്ടി ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് W8 പറഞ്ഞ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് ആണ് അല്ലേ? W8 ആണ് വേരിയന്റ്. നീ എയർ ബാഗും എല്ലാം വരും അല്ലേ? എയർ ബാഗ്, പ്രൊജക്ടർ ലാംപ്സ്, അലോയ് വീൽസ്. എയർ ബാഗ് 6 എയർ ബാഗ്. 7 നീ എയർ ബാഗ്. അതെ, നീ എയർ ബാഗും കൂടി 7 എയർ ബാഗ് വരുന്നുണ്ട്. 7 എയർ ബാഗ് വരുന്നതാണ്. മാനുവൽ വണ്ടി. എത്ര ഓട്ടം പോയിപ്പോ? ഇതിപ്പോ 90,000 ഓടിയിട്ടുണ്ട്. 90,000. ഓക്കെ. 2019 W8 90,000 ഓടിയ XUV 300. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 8 lakh ആണ് കോട്ട് ചെയ്തിരിക്കുന്നത്. 8 ലക്ഷം. 8 lakh. ഓക്കെ. ആ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ചെയ്ത് തരാം. പുതിയത് ഓൾമോസ്റ്റ് 14.5 ഒക്കെ വരുന്ന വണ്ടിയാണ്. മാനുവൽ ആണ്. ഒരു ഡീസൽ വണ്ടി വേണം. ഡീസൽ. ഡീസൽ. ഓ, അത് എടുത്ത് പറയണ്ട. എന്നാല് പെട്രോളെന്ന് വിചാരിച്ചിരിക്കാം. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ്, നല്ല പവർ ഉണ്ടാവും. ഒരു 18 ഒക്കെ കിട്ടും മൈലേജ്. തീർച്ചയായും മൈലേജ് കിട്ടുന്നുണ്ട്. കംഫർട്ട്. ഡീസലാണ് വാഹനം. 2019 8 ലക്ഷമാണ് ചോദിക്കുന്നത് അല്ല? ഓക്കെ. ഡീസൽ മഹീന്ദ്ര XUV 300. മാക്സിമം ലോൺ കിട്ടുമല്ലോ? മാക്സിമം ലോൺ ഇതിൽ നമ്മൾ ചെയ്തു. ഓക്കെ. ഹോണ്ട ജാസ്. ഇതും ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. 2016 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോൾ വണ്ടി. CVT ഗിയർ ബോക്സ്. CVT വേരിയന്റ് ആണ്. അതേപോലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. V പറഞ്ഞ വേരിയന്റ് ആണ്. V ആണ് ഫുൾ. നമുക്ക് പെഡൽ ഷിഫ്റ്റ് അടക്കം ഇതിൽ വരുന്ന പാഡൽ ഷിഫ്റ്റിംഗ് വരും. അതായത് ഗിയർ നമുക്ക് പ്ലസും മൈനസും ചെയ്യാം. പവർ വേണ്ടതിനനുസരിച്ച് മൈനസ് ചെയ്യാം. സ്റ്റിയറിംഗിന്റെ അടിയിൽ 2 പാഡൽ ഉണ്ടാവും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണിത്. നമുക്ക് 1 വർഷം വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. ഓട്ടോ എത്രയാ? ഇത് ഓട്ടോ 66. 66,000 കിലോമീറ്റർ 2016 V ഓപ്ഷൻ ഓട്ടോമാറ്റിക് CVT ജാസ്. 1 ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. ആവറേജ് ഒരു 11 to 14 മൈലേജ് കിട്ടും. ആവറേജ് നോക്കി കണ്ടു ഓടിക്കണം. പക്ഷേ സേഫ്റ്റി കൂടിയ വാഹനം കൂടിയാണ് ഈ ജാസിന്റെ എന്ന് പറഞ്ഞാൽ. ബോഡി ഷേപ്പ് അത്രയും കംഫർട്ടേ വരുന്ന ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ്. അതെ. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസിങ്? എങ്ങനെയിപ്പോൾ ഇത് നമുക്ക് 5.5 കൊടുക്കാം. 5,50,000 2016 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. ഒരു 90% ലോൺ നമുക്ക് 85% മാക്സിമം ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ 1 ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. RSI എല്ലാം ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇതാ വീണ്ടും ഒരു കോമ്പാക്ട് SUV വന്നിരിക്കുകയാണ്. ടാറ്റ നെക്സോൺ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള മറ്റൊരു വാഹനമാണ്. KL 48 വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണ്. ഓക്കെ. ആകെ 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ.
മാനുവലാ? മാനുവൽ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്, 16,000 മാത്രം. പെട്രോളാണ് വേരിയന്റ്. 3 വർഷം കൊണ്ട്. അതെ, പെട്രോൾ വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് 2 ഇയർ വാറന്റി കൊടുക്കാം, RSA കൊടുക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടാറ്റന്റെ വാറന്റി തന്നെ ഇതിൽ കവേർഡ് ആയിട്ട് ഉണ്ടാവും. വാറന്റി ഇതിലുണ്ട്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സെഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഏതാണ്? എക്സെഡ് ആണ്. പ്ലസിന്റെ തൊട്ട് താഴെ എക്സെഡ് പ്ലസ്, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് തോന്നുന്നു. അതെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അലോയിൽ വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും അത് വരുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ 2021 മോഡൽ എക്സെഡ് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ വാഹനമാണ് ടാറ്റ നെക്സോൺ. ഇതിപ്പോൾ എത്രയാണ് നിങ്ങളുടെ? ഇത് നമുക്ക് 8,60,000 രൂപ. പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. ഒരു 11 to 15 അകത്തായിട്ട് മൈലേജ് വാഹനം. ഓക്കെ, 90% ലോൺ കിട്ടുമല്ലോ? ലോൺ നമുക്ക് മാക്സിമം 2 ഇയർ വാറണ്ടി എല്ലാം ഉണ്ട്. അതെല്ലാം പ്രൊവൈഡ്. ഓക്കെ, അടുത്തതാ ടിയാഗോ ആണ്. KL 70 രജിസ്ട്രേഷൻ, പാലക്കാട് ചിറ്റൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, SC എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ വണ്ടിയാണ്. 1,04,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വണ്ടി. ഓട്ടം പോയിട്ടുണ്ടല്ലോ, അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് ഒരു മൈലേജ് ഒരു 14 to 17 വരെയൊക്കെ 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, ഏകദേശമാണ് ഇതൊക്കെ പറയുന്നത്. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നതാണ്. എന്നാലും വീണ്ടും ഒരു ശ്രദ്ധയിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു ഉറപ്പില്ല. നിങ്ങളെ ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ കറക്റ്റായുള്ള മൈലേജ് ഏകദേശം കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ്. ന്യൂ ഷേപ്പ് ആയതുകൊണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4 ലക്ഷം. 2020 മോഡൽ. 20 അല്ലേ? 2020 ടിയാഗോ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. XC ബേസ് വേരിയന്റ് ആണ്. ഓക്കെ, ഒരു 90% ലോൺ കയറുള്ളൂ. ലോൺ നമുക്ക് 85-90% ലോൺ ചെയ്യാം. വാറണ്ടി വാറണ്ടി നമുക്ക് 1 lakh കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. RSA പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന. എന്നാലും ഇതെല്ലാം സർട്ടിഫൈഡ് വെഹിക്കിൾസ് അല്ലേ? ഫ്ലഡഡ് അല്ല, മേജർ റീപ്ലേസ്, ആക്സിഡൻസ് ഒന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉള്ള കാര്യമാണ് നമ്മൾ ഈ വണ്ടികൾ എടുക്കാനും കൊടുക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, അല്ലാത്ത നമുക്ക് അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് വണ്ടികൾ എടുക്കുമല്ലോ. ചെറിയ റീപ്ലേസ്മെന്റ്, ചെറിയ ഒരു ഡോറോ അങ്ങനെ എന്തെങ്കിലും റീപ്ലേസബിൾ ആയിട്ട് എടുക്കും. അല്ലാതെ മേജർ ആയിട്ടുള്ള അപ്രോണോ അങ്ങനെ മേജർ ക്ലൈമോ ഫ്ലഡഡ് ABCD ഉള്ള ലെവലിൽ വരുന്ന വണ്ടികൾ നമ്മൾ ഫ്ലഡഡ് ഒന്നും എടുക്കാറില്ല. ജെന്യൂൻ വണ്ടികളായിരിക്കും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ഒരു ടെക്നീഷ്യനെ വേണമെങ്കിൽ കൊണ്ടുവന്ന് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. നമ്മളെ മാത്രം ഇതായിരിക്കണ്ട, നമുക്കൊരു ടെക്നീഷ്യൻ കൂടി ഒന്ന് നോക്കാവുന്നതാണ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു അൾട്രോസ് വന്നിരിക്കുകയാണ്. KL 38 തൊടുപുഴ, ഇടുക്കി ജില്ല അല്ലേ? ഡീറ്റെയിൽ? ഇത് നമുക്ക് 2020 വണ്ടി തന്നെയാണ്. 20 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ZX പ്ലസ് ആണ്. ടോപ്പ് എൻഡ് വാഹനം. എത്ര കിലോമീറ്റർ? ഇത് 34,000 ഓടിയിട്ടുള്ള വണ്ടി. 34,000 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം, ആക്സിഡൻസ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 6.5ക്ക് കോട്ട് ചെയ്തിരിക്കുന്ന റേറ്റ് ആണ്. നമുക്ക് അതിനും ചെറിയൊരു നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം. 6,50,000 2020 എക്സെഡ് പ്ലസ് 34,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഒരു എന്താ പറയുക, നല്ല സേഫ്റ്റി ഉള്ളൊരു ഹാഷ് ബാക്ക് സെഗ്മെന്റ് വാഹനം. പെട്രോൾ മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെയിം മൈലേജ് 12 to 15 അകത്തൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതൊരു സെഡാൻ കാറ്റഗറിയാണ്. സ്കോഡ റാപ്പിഡ്. നമ്മൾ തുടക്കത്തിൽ സെഡാൻ ഇല്ല എന്ന് പറഞ്ഞു പോയി. സെഡാനുണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഉണ്ട്. സ്കോഡ റാപ്പിഡ് ഡീസലാണോ ഇത്? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഏറ്റവും ലോ ബഡ്ജറ്റ്, നമുക്കൊരു വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ, ഏതാ മോഡൽ? വെറും 2012 മോഡലാണ്. ഓക്കെ, റാപ്പിഡിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അലോയിൽ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, മേജർ ആയിട്ടുള്ള റീപ്ലേസോ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി. നമുക്കൊരു 2.6 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് 2012 ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് റാപ്പിഡ് നിങ്ങൾക്ക് DSG എന്ന് പറഞ്ഞ ഗിയർ ബോക്സ്. DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്. 7 സ്പീഡാണ്. പെർഫോമൻസ് ഗിയർ ബോക്സ് ആണ്. പെർഫോമൻസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് 2,60,000 രൂപയ്ക്ക് നല്ലൊരു ക്ലീൻ പീസ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള ഒരു അടിപൊളി സെഡാൻ വാഹനം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്.
ലോണ് ഇതിലെത്ര കയറാൻ ചാൻസ്? ഇതിൽ നമുക്ക് ലോൺ അവൈലബിലിറ്റി ചെയ്ത് കൊടുക്കാം. കസ്റ്റമറിൻ്റെ ഒരു 1.5 ഉള്ളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1.5 അകത്ത് ഇതിൽ നമുക്ക് RS കൊടുക്കാമല്ലോ. ഇതിൽ നമുക്ക് RS കൊടുക്കാം. ഓക്കെ, വാറണ്ടി ഉണ്ടാവില്ല, ഒരു കൊല്ലത്തിൻ്റെ പഴക്കം ഇതൊക്കെ കൊണ്ടാണ്. RS എന്തായാലും കിട്ടും. RS എന്തായാലും നമുക്ക് സർട്ടിഫൈഡ് ആണ് വെഹിക്കിൾ. സർട്ടിഫൈഡ് വെഹിക്കിളാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറന്നു പോകണ്ട. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുക. സ്പെഷ്യൽ ഓണം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് നമുക്ക് രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. വിഷ്ണു, താങ്ക്സ്, ബൈ.